പക്ഷേ എനിക്കെതിരെ പല വിമർശനങ്ങൾ നടക്കുമ്പോൾ അതല്ല അതിൻ്റെ സത്യമെന്ന് പറയാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കാരണം നടൻ ദിലീപ് ഇതിൽ കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കുമ്പോൾ ദിലീപിന് പ്രധാന പങ്കുണ്ടെന്നും ദിലീപ് ഇപ്പോൾ നിലവിലെ 8ാം പ്രതിയാണെന്നും എന്നാൽ ഗൂഢാലോചനയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പൾസർ സുനിയോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ദിലീപ് തന്നെയാണ് എന്ന് പൾസർ സുനി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യില്ലെന്നും താൻ നടിയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ പീഡന ദൃശ്യങ്ങൾ പകർത്താനോ ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് ദിലീപ് വാദിക്കുന്നത്. 8.5 വർഷം നീണ്ട കേസിനൊടുവിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. എന്നാൽ ദിലീപിന്റെ ഭാവിയും ജീവിതവും എല്ലാം ഈ ഒരു കേസിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ദിലീപിന്റെ അങ്ങോട്ടുള്ള സിനിമയും വ്യക്തി ജീവിതവും എന്തിന് ദിലീപിനെ വെച്ച് സിനിമ എടുക്കാത്തത് പോലും പലരും വിധി വരട്ടെ എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ ഒരു കേസിൽ 8ാം പ്രതിയായിട്ടെങ്കിലും ദിലീപ് വന്നാൽ ദിലീപിന് തീർച്ചയായും ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ദിലീപിനെ കുറിച്ച് നോവലിസ്റ്റും സംവിധായകനുമായിരുന്ന സുനിൽ പരമേശ്വരൻ പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മുഖമുണ്ടായിരുന്നു ദിലീപിന്. അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ദിലീപ് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നും വഞ്ചിക്കപ്പെടുകയും വിശ്വാസവഞ്ചനയിൽപ്പെട്ട് ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ നല്ലൊരു ശതമാനം പോവുകയും ചെയ്ത ആളാണ് ഇപ്പോൾ ദിലീപ്. എന്തിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി കേസ് നടത്തുന്നതിന് പോലും നടൻ ദിലീപ് കോടികളാണ് ചിലവാക്കേണ്ടി വന്നത്. മാത്രമല്ല നടി ആക്രമിക്കപ്പെട്ട ആരോപണം വന്ന ശേഷം ദിലീപിന്റെ കരിയറിൽ വലിയ ഇടിവാണ് സംഭവിച്ചത്. തുടരെ പരാജയങ്ങൾ മാത്രം. കേസിൽ നിരപരാധിയാണെന്ന് ദിലീപ് തെളിഞ്ഞാൽ തീർച്ചയായും ദിലീപ് ഒരു ശക്തമായ തിരിച്ചുവരവായിരിക്കും നടത്തുക. ആ ഒരു തിരിച്ചുവരവിന് തന്നെയായിരിക്കും കേരളത്തിലെ ദിലീപിനെ സ്നേഹിക്കുന്ന എല്ലാവരും കാത്തിരിക്കുന്നതെന്നും സംവിധായകൻ കുറിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.